എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ ഗിരിദേവനോടും ലംബുവിനോടും ഉണ്ണിമോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ണിമോള് പറഞ്ഞു, ജയന്തചേട്ടനെ എങ്ങനെ കണ്ടുപിടിക്കണം, ജയന്തചേട്ടന്റെ കയ്യിലിരിക്കുന്ന സ്വർണം വാങ്ങാനല്ല, ജയന്തചേട്ടനെ രക്ഷിക്കണം, രക്ഷിച്ച അമ്മയുടെ അടുത്ത് എത്തിക്കണം. പാവ അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ. ഇപ്പൊ എനിക്ക് അയ്യപ്പസ്വാമിയുടെ എനിക്ക് തിരുവാഭരണം പണിയിച്ചു കൊടുക്കുകയല്ല പ്രധാനം, ജേതൻ ചേട്ടന്റെ ജീവൻ രക്ഷിക്കാം. ഒരുപക്ഷെ ഉത്സവം ആരെങ്കിലും നടത്തും, അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണവും കിട്ടും. പക്ഷേങ്കിൽ അങ്ങനെയല്ല, ജേതൻ ചേട്ടന്റെ ജീവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും ആ അമ്മയ്ക്ക് ജേതൻ ചേട്ടൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറയാം. ഈ സമയത്ത് ലെമ്പു പറഞ്ഞു, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ണിമോളെ, നമുക്ക് അയാളെ രക്ഷിക്കാൻ പറ്റുമോ, അയാൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാം. ഗിരിതാവ, എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ലെമ്പു പറഞ്ഞത് കേട്ടോ, എനിക്ക് ജയന്തൻ ചേട്ടനെ രക്ഷിക്കണം, പാവ അമ്മ ഒത്തിരി വിഷമിച്ച് അവിടെ ഇരിക്കണേ. ഉണ്ണിമോളെ, ഞാൻ ഉണ്ണിമോളുടെ ഈ കാര്യം പറഞ്ഞല്ലോ, ഒരു കാര്യം ചെയ്യേ, ഉണ്ണിമോളൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ, എടാ അയ്യപ്പസ്വാമിനെ പ്രാർത്ഥിക്ക്. അപ്പൊ അറിയാലോ ഇനിയിപ്പൊ ജയന്ത സ്വർണം വിറ്റോ, ജയന്തന് എന്നാ സംഭവിച്ചെന്ന് അറിയാലോ. വേണ്ട ഗിരിദേവ, എനിക്ക് കണ്ണടയ്ക്കണ്ട, എനിക്ക് ജയന്ത ചേട്ടനെ കാണണ്ട, എത്രയും വേണം ജയന്ത ചേട്ടന്റെ അടുത്തെത്തിയാൽ മതി. അതല്ലേ ഇപ്പൊ ലെമ്പു പറഞ്ഞത്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും ഉണ്ണിമോള്, ഞാൻ പറഞ്ഞ പോലെ കണ്ണടച്ച് നോക്ക്. അങ്ങനെ ഉണ്ണിമോള് കണ്ണടച്ച് അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുക. പിന്നീട് ഉണ്ണിമോളുടെ കൺമുന്നിൽ ആ രൂപങ്ങളൊക്കെ തെളിഞ്ഞു വരുവാണ്. മനസ്സിലിങ്ങനെ ജയന്തൻ നടന്നു പോവാണ്. നടന്നു പോകുമ്പോൾ രണ്ട് ചേച്ചിമാർ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവരെ കണ്ടപ്പോഴത്തേനും ജയന്തൻ ചോദിച്ചു, അല്ല ചേച്ചിമാരെ, അവിടെ ഈ സ്വർണങ്ങളൊക്കെ വിൽക്കുന്ന കട എവിടെയെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. സ്വർണങ്ങൾ വിൽക്കുന്ന കടയായിട്ടില്ല, പിന്നെ ഒരാളുണ്ട് നമ്പ്യാര്. വാങ്ങിക്കാനാണ് അയാളുടെ അടുത്തുനിന്ന് കുഴപ്പമില്ല, പക്ഷെ വിൽക്കാനാണ് ഇച്ചിരി പ്രയാസമാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? വിൽക്കാനാണ് അയാൾ സ്വർണം വാങ്ങിച്ച് ഉരച്ചു നോക്കിയിട്ട് ഇതിന് മാറ്റു കുറവാ, അല്ലെങ്കിൽ തൂക്കം പോരാ, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് പട്ടണത്തിൽ എവിടെയും നല്ല കടകൾ വിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാം. പിന്നീട് അവരങ്ങോട്ട് പോകാൻ തുടങ്ങുക. പെട്ടെന്ന് തന്നെ ജയന്ദ്രനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിൽക്കേണ്ട കേട്ടോ, നിങ്ങൾ പട്ടണത്തിന് എങ്ങനെ കൊണ്ട് കൊടുത്താൽ മതി. പിന്നെ സ്വർണ്ണമൊക്കെ കൊടുക്കാല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ സ്ഥലം അത്ര നല്ലതല്ല, അതും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കൊള്ളില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ പറയണം. പക്ഷെ ഇതൊന്നും കേട്ട മട്ടുമ്പോൾ അയാൾ നടിച്ചില്ല. ജയന്തൻ ചോദിച്ചു, ഈ നമ്പ്യാരുടെ വീട് എവിടെയാ? നമ്പ്യാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് നേരെ ജയന്തൻ പോയി കഴിഞ്ഞപ്പോൾ അതിലൊരു സ്ത്രീ പറഞ്ഞു, ഈ ചെറങ്കൂച്ചിനോട് നമ്മൾ പറഞ്ഞിട്ട് അവനൊരു കുലുക്കോ ഇല്ലോ, അവന് ഇവിടെ സ്ഥലത്തെക്കുറിച്ച് അത്ര അറിവില്ലാന്ന് തോന്നും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അങ്ങനെയാ, ചിലർക്കത് പറഞ്ഞു കൊടുത്താലൊന്നും മനസ്സിലാവില്ല, അനുഭവത്തെ വന്നാലേ മനസ്സിലാവുള്ളൂ. ഇതാ ടൈപ്പാന്ന് തോന്നുന്നത്, ബാ നമുക്ക് വാ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞ് പോവാണ്. പിന്നീട് നമ്പ്യാരുടെ അടുത്തൊരു പെൺകുട്ടി സ്വർണ്ണമാല വിൽക്കാനായിട്ട് വന്നിരിക്കുക. അപ്പൊ നമ്പ്യാർ ഇങ്ങനെ ഉരച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അതെ, എന്റെ നമ്പ്യാരമാമ ഇങ്ങനെ ഉരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി സ്വർണം അങ്ങോട്ട് പോയി കിട്ടും. അവസാനം നമ്പ്യാരമാമൻ പറയും, തൂക്കം കുറവാന്ന് പറയും. അതെ, ഈ സ്വർണത്തിന് അത്ര തൂക്കവും കുറവാ, പിന്നെ അത് മാത്രമല്ല മാറ്റമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ ഉരച്ച് നോക്കട്ടെ നമ്മൾ വീണ്ടും ഉരയ്ക്കുക. കുറെ സമയം ഉരച്ചു. ദേ, അതങ്ങ് എടുത്തിട്ട് ഉള്ള പൈസ എനിക്ക് ഇങ്ങോട്ട് തരാൻ പറയണം ആ പെൺകുട്ടി. തരാം, ഞാൻ നോക്കിയിട്ട് ഇതിന് മാറ്റമൊക്കെ കുറയേണ്ട ഒരു 10,000 രൂപ തരും. 10,000 രൂപയോ? കൊള്ളാം, നല്ല കഥ എന്റെ മാമ. അതെ, ടൗണിൽ പോവാണെങ്കിൽ എനിക്ക് നല്ല പൈസക്ക് വിൽക്കാം. അന്നൊരു കാര്യം ചെയ്തോ, നീ ടൗണിൽ പോക്കോ, പ്രശ്നം തീർന്നില്ലേ എന്ന് പറയണേ. ഈ സമയത്താണ് ബാഗും തൂക്കി പിടിച്ച് ജയന്തൻ അങ്ങോട്ട് വരുന്നത്. ജയന്തനോട് ചോദിച്ചു, എന്താ കാര്യം, എന്താ? സ്വർണം വിൽക്കാനെന്തര ആണോ, എനിക്ക് തരാൻ പറയണം. അങ്ങനെ ജയന്തൻ ബാഗ് തുറന്ന് ആ കുട്ടി ബാഗ് എടുത്തങ്ങോട്ട് കൊടുക്കുവാണ്. അതങ്ങോട്ട് തുറന്നു നോക്കിയ നമ്പ്യാരുടെ കണ്ണും മഞ്ഞളിച്ചു പോയി. ഒരു നിമിഷം അയാള് ഞെട്ടിപ്പോയി. ഇത്രമാത്രം സ്വർണ്ണ ബിസ്ക്കറ്റുകൾ, ഇത് എവിടുന്നാ? ജയന്തനോട് ചോദിച്ചു, നീ എവിടുന്നാ വരണേ? ഞാൻ കുറച്ച് ദൂരേന്ന് പറഞ്ഞ പാലാഴിക്കരയത്. പാലാഴിക്കരയോ? അതെവിടാ? അതല്ലേ പറഞ്ഞ കുറച്ച് ദൂരെയാ, നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞേ. അല്ല, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നേ? അതൊക്കെ എന്തിനാ അറിയണേ? ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാ, അപ്പൊ എന്റെ കുറെ സ്വർണം വന്നു, അപ്പൊ അത് വിൽക്കണം തോന്നി ഇങ്ങോട്ട് വന്നു. അല്ല, നിനക്ക് ടൗണിൽ പോവാണെങ്കിൽ വിൽക്കാറുന്നല്ലോ, പിന്നെ എന്റെ അടുത്തേക്ക് വന്ന എന്തിനാന്നാ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണേ, നിനക്ക് അതിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കാം. പെട്ടെന്ന് നമ്പിയാണ്, അതെ, ഇത്ര സ്വർണ്ണമില്ലേ, ഇതൊക്കെ മാറ്റി നോക്കണേ, മിഷ്യൻ വേണം. അങ്ങനെ മിഷ്യൻ വരുത്തണം. എന്റെ കൂട്ടുകാരൻ്റെ മിഷ്യൻ ഉണ്ട്, ഞാൻ അവനോട് വിളിച്ചു പറയാം, ആ മിഷ്യനും കൊണ്ട് വരാൻ പറയാം, നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറയാണ്. പിന്നീട് നമ്പ്യാർ അങ്ങോട്ട് പോവാ ഫോണും കൊണ്ട്. ഫോൺ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനെ വിളിക്കുന്നത്. ഈ സമയത്ത് ഇത് ജയന്തൻ കേട്ടിപ്പുറന്നേ. പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ചോദിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇനി ഇവിടെ നിന്ന് അപകടമാണെന്ന് മനസ്സിലായത് അയാൾ ആ ബാഗ് കൊടുത്ത് ബാഗിനകത്തേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്പ്യാർ അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല അവൻ എന്തെന്ന് ചോദിക്കാണ്. അയാൾ പോയെന്ന് പറയണം. എനിക്ക് അപ്പോഴേ തോന്നി പോലീസിനെ വിളിക്കുവാണെങ്കിൽ അയാൾ പോകുന്നു, ഏതോ കള്ളനാ എവിടുന്നോ മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുന്ന, അതാ ഇങ്ങനെ. പെട്ടെന്ന് അവിടെ ഇരുന്ന മാല ഇങ്ങ് എടുക്കുവാണ്.
ആ പെൺകുട്ടി നീ എന്തേലും എടുക്കുന്നേ? എനിക്ക് വേണ്ട മാമന്റെ ഒരു ഇതൊന്നും. അതെ ഒരു കഞ്ചി ആ ഫോണും തരാവോന്ന് ചോദിക്കും എനിക്ക്. ഫോണോ? അതെന്തിനാ? ഇങ്ങതാ എന്നും പറഞ്ഞിട്ട് ഫോൺ മേടിച്ചിട്ട് 2 കോള് വിളിക്കുകയാണ് അങ്ങോട്ട്. എന്നിട്ട് ഫോൺ അങ്ങ് തിരിച്ചു കൊടുത്തു. അപ്പൊ ഞാനങ്ങ് പോട്ടെ. അപ്പൊ നിനക്ക് പൈസ വേണ്ടേ? പൈസ വേണ്ട. ഇത് 1.5 പവനുണ്ട്. 1.5 പവന് 10,000 രൂപ. അത് മാമത്തിനെയും കൂടെ വെച്ചു. എനിക്ക് എന്നെ മാല വിൽക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ജയന്തൻ ഇങ്ങനെ നടക്കുക. ജയന്തന്റെ പുറകെ ഇങ്ങനെ കുറച്ച് അകലെ വിട്ട് ആ പെൺകുട്ടി നടക്കുവാണ്. അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു സൈഡില് 2 പുരുഷന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു, ചെറുപ്പക്കാര്. അപ്പൊ അവരെ കൈകാട്ടി ഇങ്ങനെ വിളിക്കുക. അവര് വന്നു. അവര് വന്നിട്ട് തുടങ്ങിക്കോളാൻ പറയണം. അങ്ങനെ ആ പെൺകുട്ടി കയ്യെ കയറി പിടിക്കുക. കയ്യെ കയറി പിടിച്ചപ്പോ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് അവള് ഇവിടെ നല്ലത് കയറി എന്നെ രക്ഷിക്കാനും പറഞ്ഞ് എന്നെ വിടറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടോണ്ടാ ജയന്തൻ തിരിഞ്ഞു നോക്കിയപ്പോ താൻ അവിടെ വെച്ച് കണ്ട പെൺകുട്ടിയെ കയ്യെ കയറി പിടിച്ച് 2 പേര് പിടിക്കുകയോ മരിക്കുകയൊക്കെ ചെയ്യുക. ഇത് കണ്ടുകൊണ്ട് ജയന്തന് സഹിച്ചില്ല. ജയന്തന് ഓടി അങ്ങോട്ട് ചെന്നു. ആ ബാഗ് വെച്ച് അമ്മമാർക്കിട്ടെല്ലാം അടിക്കുവാണ്. അടിച്ച് അവസാനം അമ്മമാരെ അവശതയാക്കിയിട്ട് ജയന്തൻ ആ പെൺകുട്ടിയെ രക്ഷിച്ചിട്ട് ഇങ്ങോട്ട് നടക്കണം. അപ്പം ജയന്തനോട് ചോദിച്ചു, അല്ല എവിടെന്നാ വരുന്നേ? എന്താ കാര്യം? ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അല്ല നിന്നെ എന്തിനാ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചേ? അതിലൊരുത്തൻ എന്നെ വിവാഹം കഴിക്കണം പോലും. കുറെ കാലം എന്റെ പുറകെ നടക്കുന്നേ. എനിക്ക് അവനെ ഇഷ്ടമില്ലാന്നേ. ഇന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോന്നേന്ന് പറയാം. ഓ അങ്ങനെയാണ് കാര്യങ്ങള്. അല്ല ചേട്ടൻ എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരേന്നാ. അല്ല ഇപ്പൊ എങ്ങോട്ടാ പോണേ? അതെ എനിക്ക് സ്വർണ്ണക്കട വരെ ഒന്ന് പോണേ, സ്വർണ്ണമൊക്കെ വെക്കണം. എന്നൊരു കാര്യം ചെയ്യാം, എനിക്ക് തന്നെ പോകാൻ പേടിയാട്ടാ. ചേട്ടനെ വീട്ടിൽ കൊണ്ട് നാക്കിയിട്ട് പോവാ. അല്ലെ അവന്മാര് ഇനിയും വീണ്ടും എൻ്റെ അടുത്ത് വന്നാലോ? ശരി നടക്കാൻ പറയണം. അങ്ങനെ ആ പെൺകുട്ടിയും കൂടി ജയന്തൻ അങ്ങ് പോവാ. ഈ സമയത്ത് ഉണ്ണിമോള് പെട്ടെന്ന് കണ്ണു തുറന്നു. എന്താ ഉണ്ണിമോളെ? അതെ ഗിരിദേവ, ഞാനൊരു ചേച്ചിനെയും കൊണ്ട് ചേട്ടനെയും കണ്ടു. ദൈവമേ, ആ ചേച്ചി ജയന്തൻ ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? ഒരു പക്ഷെ അപായപ്പെടുത്താനാന്നാ തോന്നുന്നേ. പെട്ടെന്ന് ഗിരിജമ്മ അതെങ്ങനെ ഉണ്ണിമോൾക്ക് മനസ്സിലായി? എനിക്കറിയാം, ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം. എന്നിട്ട് ആ സ്വർണം കൈക്കലാക്കാനായിട്ടാ. സ്വർണം പോയാ പോട്ടെ, പക്ഷെ കുഴപ്പമില്ല. ജയന്തൻ ചേട്ടൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് ഓർത്ത് വയ്ക്ക്. പാവ അമ്മയുടെ അടുത്ത് നമ്മൾ ചെന്ന് എന്ത് പറയും? അതുകൊണ്ട് ജയന്തൻ ചേട്ടനെ രക്ഷിക്കണം. എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. ഉണ്ണിമോൾ ഇതിനോട് ഇത് തന്നെയല്ലേ മുമ്പേ പറഞ്ഞേ? അതൊന്നും ഗിരിദേവൻ പറയണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണം. ഉണ്ണിമോള് പറഞ്ഞു. അങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ജയന്തന് അത്രയും പെട്ടെന്ന് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ? അതെ അങ്ങോട്ട് കയറുമ്പം വിളക്ക് വെക്കണമെന്ന് പറഞ്ഞു. അയാൾ 2 വിളക്കും കത്തിച്ചില്ല. അവിടെ ശനിയുടെ ഇതുണ്ടാവും. ശനിയാണ് അവിടെ ഇരിക്കണേന്ന് പറയും. ശനിയോ? അതെ, നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ശനിയെ വിളിച്ച് അപേക്ഷിക്കാറില്ലേ? അപ്പൊ അങ്ങോട്ട് കയറുന്നവരെയൊക്കെ രക്ഷിക്കുന്ന ശനിയാന്നാ പറയണേ. അപ്പൊ ശനിയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ജയന്തൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് ഉണ്ണിമോൾക്കൊന്നും മനസ്സിലായില്ല എന്താ കാര്യമെന്ന് പോലും. ഉണ്ണിമോൾ എനിക്ക് അതൊന്നും അറിയണ്ട. ശനിയുടെ കാര്യം ആരുടെ കാര്യം എനിക്കറിയണ്ട. എനിക്ക് ജയന്തൻ ചേട്ടൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റുമോ അത് മാത്രം അറിഞ്ഞാൽ മതി. വാ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് സ്ഥലത്തേക്ക് പോകാന്ന് പറയണം. അങ്ങനെ ഉണ്ണിമോൾ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു കാറ് വന്നു. അവര് നേരെ കിഴക്കേ വാതിൽ ലക്ഷ്യമായിട്ട് പോവുകയാണ്. ഈ സമയത്ത് ദേവികമ്മ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ദേവികമ്മയുടെ അടുത്തേക്ക് അനസൂയ ചായയൊക്കെ ആയിട്ട് വരികയാണ്. ചായ കൊടുത്തിട്ടപ്പോഴത്തേനും ദേവികമ്മ പറഞ്ഞു, അല്ലെ വിനോദ് എന്ത് ചെയ്യാൻ മോളേന്ന് ചോദിക്കണം. അകത്തുണ്ടമ്മേ ഒന്ന് വിളിച്ചേന്ന് പറയണം. അങ്ങനെ വിനോദിനെ വിളിക്കുക. വിനോദ് വന്നു. എന്താ അമ്മേ കാര്യം? എന്താ അമ്മേന്ന് ചോദിക്കണം. അല്ല വിനോദേ, നിനക്കറിയാലോ എല്ലാ മക്കളും രക്ഷപ്പെട്ടു. അവൻ മാത്രം രാജീവ് മാത്രം ഇതേനും രക്ഷപ്പെട്ടിട്ടില്ല. അവൻ എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്തു നോക്കി. ഇപ്പോഴാണെങ്കിലോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലോ 1 രൂപയ്ക്ക് പോലും പണിയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവനിരിക്കുന്നേ. അവന്റെ സങ്കടം കണ്ടുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. ഈ വീട് പണയത്തിൽ ഇരിക്കുന്ന എടുത്തു തരാൻ വേണ്ടിയിട്ടാ അവൻ അവന്റെ വീടും സ്ഥലവും ഒക്കെ പണയം വെച്ചേ. ഇപ്പൊ അവൻ ഒന്നുമില്ലാതായി തീർന്നിരിക്കുക. എനിക്ക് അവനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു. അല്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അമ്മ വളച്ചുകെട്ടില്ലാത്ത കാര്യം പറ. അതിപ്പം ആചാരസ്ഥാനം ഉണ്ടല്ലോ, ആ ആചാരത്താലം അങ്ങ് തിരിച്ചു കൊടുത്താലോ ഞാൻ ആലോചിക്കുന്നത്. ആചാരത്താലം തിരിച്ചു കൊടുത്താലോ? ഇത് കേട്ടോണ്ടാണ് ജയനും മിനി അങ്ങോട്ട് വരുന്നത്. ജയൻ പറഞ്ഞു, അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നല്ല കാര്യമെന്ന് പറയാം. പെട്ടെന്ന് വിനോദ് പറഞ്ഞു, അമ്മേ അതിന്റെ ആവശ്യമില്ലാന്ന് പറയാം. ജയൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയണേ? നിന്റെ അനിയനും കൂടെ അല്ലേ രാജീവൻ, അവരുടെ നല്ല കാലം വരെ നല്ല കാര്യമല്ലേന്ന് ചോദിക്കുകയാണ്. മിനി പറഞ്ഞു, സ്നേഹമൊക്കെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അനിയൻ എന്നൊക്കെ പറയും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വരുമ്പോൾ അതും കൂടെ ചെയ്യണമെന്ന് പറയാം. വിനോദ് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യാതിരിക്കുന്നേ അവന് വേണ്ടിയിട്ട്? അവനല്ലേ ജീവിക്കേണ്ടത്. അവൻ ഏതെങ്കിലും ജോലി തലപ്പെടുത്തി ജീവിക്കാൻ മേലെന്ന് ചോദിക്കാം. പക്ഷെ അവനങ്ങനെ ജോലി ചെയ്തിട്ട് ഒന്നും ശരിയാകുന്നില്ലോ വിനോദേ. അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേ. ഒരു പക്ഷേങ്കില് ആ ആചാരസ്ഥാനം അമ്മ വിട്ടുകൊടുക്കുവാണെങ്കിൽ അവന് നല്ലൊരു ജോലി കിട്ടും. അവന്റെ ജീവിതം കരുപ്പിടിക്കും. പിന്നെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, വിനോദേ നമുക്കെന്നാ അങ്ങനെ ചെയ്താലോ? പാവം ഇനിയിപ്പം ഞാൻ കാരണം ഇനിയപ്പം അവന് സങ്കടമൊന്നും ഉണ്ടാകണ്ട, അവന്റെ ജീവിതം തരണ്ടെന്ന് പറയണം.
പെട്ടെന്ന് വിനോദ് പറഞ്ഞു, അമ്മ എന്തറിഞ്ഞിട്ടേ പറയണേ? അമ്മയ്ക്ക് ഒരു കാര്യം ഓർമ്മ വേണം. ഉണ്ണിമോളുടെ കാര്യം അറിയാലോ. പാവ ഉണ്ണിമോള് ഈ ചെയ്ത നന്മയുടെ ഫലമായിട്ട് ഉണ്ണിമോൾക്ക് അത്ര സ്വർണം കിട്ടിയത്. ഇപ്പോഴും അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്താനായിട്ടും ആടയാഭരണങ്ങൾ അയ്യപ്പസ്വാമിക്ക് പണിയാനായിട്ടും അവള് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവള് ചെറിയ കുട്ടിയാന്നല്ല, അവളൊരു മുതിർന്നവരെ പോലെ അവര് പെരുമാറിക്കൊണ്ടിരിക്കണേ. അവളുടെ സ്വഭാവം അറിയാലോ. അപ്പൊ ഇതിനെല്ലാം കാരണക്കാരൻ അയ്യപ്പസ്വാമിയാണ് ഈ ഉത്സവം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിപ്പം ഉണ്ണിമോള് കാരണമാണ്. പിന്നെ എന്റെ അമ്മ ഒരു നിമിത്തമായത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉത്സവം നടക്കാതെ വന്ന ഉണ്ണിമോൾക്ക് വിഷമാവും. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഉണ്ണിമോളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം. പെട്ടെന്ന് ചെയ്യാൻ പറയാം, അതെങ്ങനെ ശരിയാവും? അതൊന്നും എനിക്കറിയത്തില്ല. ഉണ്ണിമോളുടെ മനസ്സ് നൊമ്പരപ്പെടുത്തിയിട്ട് ആരും ഇവിടെ ഒന്നും ചെയ്യണ്ട. പിന്നീട് ദേവകിയമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് മകനെ രക്ഷിക്കണം, ഇനിയിപ്പോൾ ആചാരത്താലും വിട്ടുകൊടുക്കണം എന്നാണെങ്കിൽ അമ്മ വിട്ടുകൊടുത്തു. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ പിന്നെ ഈ വീട്ടിൽ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ മോളെയും വിളിച്ചോണ്ട് ഞാൻ എങ്ങോട്ടേലും പോകുന്നു പറയാ. ഇത് കേട്ടൻ ദേവകിയമ്മ ആകെപ്പാടെ പെട്ടുപോയി. ഇത്രയും പറഞ്ഞ് വിനോദ് അകത്തേക്ക് കയറി പോവാ. അപ്പൊ അനസൂയ കൂടെ അങ്ങ് പോയി. പെട്ടെന്ന് ദേവകിയമ്മയോട് മിനി ചോദിച്ചു, അല്ല അമ്മയുടെ പ്ലാൻ എന്താ? അമ്മ എന്താ തീരുമാനിച്ചിരിക്കുന്നേ? ആചാരസ്ഥാനം വിട്ടുതരാനാണെന്ന് ചോദിക്കണം. ഇപ്പൊ വിനോദ് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ? അതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവകിയമ്മയുടെ കയറി പോവാണ്. പിന്നീട് കാണുന്ന ക്ഷേത്രമാണ്. അങ്ങനെ ക്ഷേത്രത്തില് കാർത്തികേയൻ നമ്പ്യാരും അയാളുടെ ഭാര്യ അമ്മയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ തിരുമേനി പറഞ്ഞു, ഈ ഉത്സവം ദേവിയമ്മയ്ക്ക് കൊടുത്താണ്. ദേവിയമ്മയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞ് നടത്താനായിട്ട്, നടത്തിപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ ആചാരത്താലം കൈമാറിയതാണ്. അപ്പൊ ഇനിയിപ്പോ അത് തിരിച്ചു വാങ്ങി നിങ്ങൾ നടത്താന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് കാർത്തികൻ നമ്പ്യാർ പറഞ്ഞു, അതെ അതിനിപ്പോ എന്താ കുഴപ്പം? അവര് ആ സ്ഥാനം തരാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം. അതിപ്പോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനെയൊന്നും ആയിരിക്കില്ല, അതൊന്നും അല്ല എന്ന് പറയണം. പിന്നെ നിനക്ക് സംശയം ഉണ്ടൊരു കാര്യം ചെയ്യുക, അവരുടെ അവിടെ മോന്നിപ്പുണ്ട്, അവനെ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കാൻ പറയാണ്. പെട്ടെന്ന് തിരുമേനി നോക്കിയപ്പോൾ രാജീവൻ അവിടെ നിൽക്കുന്നുണ്ട്. രാജീവനെ കാർത്തികൻ വരെ വിളിക്കണം. വിളിച്ച്, എന്താ സാറേ എന്താ വിളിച്ചതെന്ന് ചോദിക്കോ. അല്ല ഞാൻ നിർബന്ധിച്ചോട്ടോ, ഞാൻ ജോലി തരാന്ന് പറഞ്ഞിട്ടോ അങ്ങനെ എന്തേലും ആണോ ഈ ആചാരത്താലം കൈമാറാനായിട്ട് നിങ്ങളുടെ അമ്മ തീരുമാനിച്ച്? അങ്ങനെയൊന്നും അല്ല, എനിക്കൊരു നല്ല ജീവിതം കിട്ടണം, ഞാൻ നല്ല നിലയിൽ എത്തണം, അത് മാത്രമേ അമ്മയുടെ ആഗ്രഹമുള്ളൂ. അതുകൊണ്ടാണ് അമ്മ ആചാരത്താലം കൈമാറാന്ന് പറഞ്ഞെന്ന് പറയാം. പക്ഷെ തിരുമേനിക്ക് അതും കൂടെ വിശ്വാസം വന്നില്ല. തിരുമേനി പറഞ്ഞു, എനിക്കെന്തോ ഇത് കേട്ട് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് ആ കാർത്തികമ്മയുടെ അമ്മ പറയും, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തിനാ ഉത്സവം നടത്തുന്നേ? എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ഈ അടി ഉണ്ടാക്കിയിട്ട് ഉത്സവം നടത്താനെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണം നടത്തില്ലാതെ കാർത്തികമ്മയുടെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് വിശേഷങ്ങളൊക്കെ ഇടാനായിട്ട് ഇച്ചിരി വൈകി പോയിട്ട് ഇച്ചിരി തിരക്കായി പോയതുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് തൊട്ട് വൈകുന്നേരം മുടങ്ങാതെ എന്താണെങ്കിലും നമ്മുടെ പ്രമോ വിശേഷം വരും. കുറച്ച് ദിവസമായിട്ട് എനിക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്തെ പ്രമോ വിശേഷം എനിക്ക് ഉണ്ണിമോടെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അതുപോലെ തന്നെ ഗൗതമിന്റെ അളകുന്നതയുടെയൊക്കെ വിശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഇടുന്ന, കാരണം വിശേഷം വരാൻ വൈകുന്നോണ്ടാട്ടോ. അപ്പൊ എന്തായാലും എല്ലാ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.